ഉത്തരത്തിലേക്ക് പോകാം. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണിത്. ഡ്രോ എക്സ് കോമ വൈ ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് 2, 5, -3, 4, -1, -4, 3, -2. എക്സ് കോമ വൈ അക്ഷങ്ങൾ വരച്ച് 2, 5, -3, 4, -1, -4, 3, -2 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. 2 മാർക്കിനും 3 മാർക്കിനും ഈ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. സോ ആദ്യമായിട്ട് നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കണം. സോ നീറ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ചിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് 2 ലൈൻസ് ആദ്യം വരയ്ക്കുക. ഓക്കെ, വരച്ചതിന് ശേഷം 4 ഭാഗത്തും ആരോ മാർക്ക് ഇടണം. പിന്നീട് ആക്സിസിന് പേര് കൊടുക്കുക. ഇത് എക്സ് ഡാഷ്, ഇത് എക്സ്, ഇവിടെ വൈ, വൈ ഡാഷ്, ഒറിജിൻ, നടുവിലത്തെ പോയിന്റ് ഒ എന്ന് പേര് കൊടുക്കുക. പിന്നെ നമ്മൾ ഈക്വൽ സ്പേസിൽ പോയിന്റ്സ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മാർക്ക് ചെയ്യണം. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് മാക്സിമം എത്ര എത്തുന്നോ അത്രയും പോയിന്റ്സ് തന്നെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് 8 മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് വരികയാണെങ്കിൽ അതിനനുസരിച്ച് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. സോ 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. എത്ര ഡിസ്റ്റൻസ് ആണോ എക്സ് ആക്സിസിൽ എടുക്കുന്നത് അതേ ഡിസ്റ്റൻസ് തന്നെ വൈ ആക്സിസിലും എടുക്കാൻ ശ്രദ്ധിക്കുക. വൈ ആക്സിസിലും അതേ 1 സെന്റിമീറ്ററിൽ തന്നെ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി പോയിന്റ്സിന് നമ്പേഴ്സ് ഇടുക. ഇത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് വരിക. 1, 2, 3, 4, 5, 6. ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4, -5, -6 എന്നിങ്ങനെ മുകളിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4, 5, 6. താഴേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4, -5, -6 അങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വി ക്യാൻ പ്ലോട്ട് ദ പോയിന്റ്സ്. ടേക്ക് ദ ഫസ്റ്റ് പോയിന്റ് 2, 5. സോ 2 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്, 5 എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ആണ്. 2, 5 എന്ന പോയിന്റ്. സോ 2 എക്സ് ആക്സിസിൽ എടുക്കുക. ഏതാണ്? ഇവിടെയാണ്. 5 വൈ ആക്സിസിലും എടുക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 2ൽ നിന്ന് ഏകദേശം 2 ഇവിടെ 5 ഇവിടെ നമ്പറിന്റെ പൊസിഷൻ ഈ ഒരു ക്വാഡ്രന്റിലാണ് വരുന്നതെന്ന് മനസ്സിലാവും. സോ നമ്മൾ എക്സാമിനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് ചെയ്യുക. ഒരു ഡോട്ടർ ലൈൻസ് മതി. 5 വരെയാണ് അല്ലേ? സോ 5 വരെ നമുക്കിങ്ങനെ ഡോട്ടർ ലൈൻസ് വരയ്ക്കാം. അതേപോലെ തന്നെ 5ൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. സോ 2 പോയിന്റ്സും കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ് ആണല്ലോ. അതാണ് ആദ്യത്തെ നമ്പറായ 2, 5ന്റെ പൊസിഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്പർ നോക്കാം. -3, 4. -3 ഓൺ എക്സ് ആക്സിസ് ഇവിടെ. ഓക്കെ, 4 ഓൺ വൈ ആക്സിസ് ഇവിടെ. ഈ 2 പോയിന്റ്സിൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കണം. സോ അത് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. ആ പോയിന്റ് ആണ് ആ തന്നിരിക്കുന്ന നമ്പർ പെയറിന്റെ സ്ഥാനം. ഇവിടം വരെ. സോ ഇവിടെ so this is the position of the point -3, 4. Okay, third point -1, -4 ആണ്. So on x axis -1 എടുക്കുക, on y axis -4 എടുക്കുക. സോ അത് താഴെയാണ്. ഓക്കെ, ഇനി -1ൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതേപോലെ -4ൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കുക.
സോ അത് ആ രണ്ട് പെർപെൻഡിക്കുലേഴ്സും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതാണ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് -1 -4ന്റെ പൊസിഷൻ. ഓക്കെ, ഇനി അവസാനമായി 3, -2. സോ 3 x കോർഡിനേറ്റ് ആണ്. സോ ഓൺ x ആക്സിസ് 3 എടുക്കുക. സോ ഹിയർ വി ഹാവ് 3 ആൻഡ് y കോർഡിനേറ്റ് ഇസ് -2. ഓൺ y ആക്സിസ് -2 എടുക്കുക. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സിൽ നിന്നും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. ആ രണ്ട് പെർപെൻഡിക്കുലേഴ്സും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ് 3, -2. സോ ഹിയർ ഇവിടെ നമ്മൾ തന്ന 4 പോയിന്റ്സും പ്ലോട്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് പോയിന്റ് 2, 5 ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് പോയിന്റ് -3, 4 ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. തേർഡ് പോയിന്റ് -1, -4 ഇൻ തേർഡ് ക്വാഡ്രന്റ്. ആൻഡ് the fourth point 3, -2 is in fourth quadrant. ഈ ക്വാഡ്രന്റ്സിലുള്ള പോയിന്റ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. സോ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് പോയിന്റ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്? എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്, വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണ്. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒന്നാമത്തെ ചതുർത്ഥാംശത്തിൽ ഫസ്റ്റ് പോയിന്റ് ഇസ് പോസിറ്റീവ്, ഫസ്റ്റ് നമ്പർ ഇസ് പോസിറ്റീവ്, സെക്കൻഡ് നമ്പർ ഇസ് ഓൾസോ പോസിറ്റീവ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വാഡ്രന്റിലെ പോയിന്റ് ആണ് -3, 4. ഈ ക്വാഡ്രന്റിലെ എല്ലാ പോയിന്റ്സിലും എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവും ആയിരിക്കും. ഓക്കെ, സോ ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ്. വാട്ട് അബൌട്ട് ഇൻ തേർഡ് ക്വാഡ്രന്റ്? തേർഡ് ക്വാഡ്രന്റിലെ പോയിന്റ് നോക്ക്, -1, -4. എക്സ് കോർഡിനേറ്റും നെഗറ്റീവ് ആണ്, വൈ കോർഡിനേറ്റും നെഗറ്റീവ് ആണ്. സോ ബോത്ത് കോർഡിനേറ്റ്സ് ആർ നെഗറ്റീവ്. ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് 3, -2 ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. സോ ഹിയർ എല്ലാ പോയിന്റ്സിന്റെയും എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവും ആയിരിക്കും. സോ പോസിറ്റീവ്, നെഗറ്റീവ്, ഇത് ഓർക്കാം. സോ ഇങ്ങനെ ഓർത്താൽ മതി. റൈറ്റ് സൈഡിലേക്ക് ഈ ക്വാഡ്രന്റിന്റെ നെയിം ഓർത്ത് വെക്കുക. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് ആക്സിസിലും പോസിറ്റീവ് ആണ്, വൈ ആക്സിസിലും പോസിറ്റീവ് ആണ്. സോ രണ്ട് കോർഡിനേറ്റ്സും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെയാണെങ്കിലോ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ്. ഇവിടെയാണെങ്കിലോ എക്സും നെഗറ്റീവ്, വൈയും നെഗറ്റീവ്. ഇവിടെയാകുമ്പോൾ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. നെക്സ്റ്റ് പ്രോബ്ലം. Draw x, y axis and mark the points 2, 0, 0, 4, -4, 0, 0, -1, 0, 0. x, y അക്ഷങ്ങൾ വരച്ച് 2, 0, 0, 4, -4, 0, 0, -1, 0, 0 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. സോ ആദ്യം നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കണം. രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ്. നാല് ഭാഗത്തും ആരോ മാർക്ക് ഇടുക. ലേബൽ ദ ആക്സിസ് എക്സ് ഡാഷ്, എക്സ്, വൈ, വൈ ഡാഷ്. ദിസ് ഇസ് ഒറിജിൻ, O. ഇനി മാർക്ക് ദ പോയിന്റ്സ് ഓൺ ബോത്ത് ദ ആക്സിസ്. 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. റൈറ്റ് സൈഡ് ഓഫ് ഒറിജിൻ്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4, 5. ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4, -5. ഒറിജിൻ്റെ മുകളിൽ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4, 5. താഴെ നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4, -5. ഓക്കെ, ഇനി നമുക്ക് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് 2, 0 നമ്മൾ എടുക്കുക.
2 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിൽ 2 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കും, അവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കും. വൈ ആക്സിസിൽ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കും. സോ വൈ ആക്സിസിൽ 0 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയുള്ളത്? വൈ ആക്സിസിൽ 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. സോ ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. എങ്ങോട്ടേക്ക്? എപ്പോഴും നമ്മൾ വൈ ആക്സിസിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഒന്നുകിൽ ഇടതുവശത്തേക്കും അല്ലെങ്കിൽ വലതുവശത്തേക്കും ആയിരിക്കും. സോ ഇവിടുന്ന് നമ്മുടെ പോയിന്റ് ഉള്ള 2 റൈറ്റ് സൈഡിലാണ്. സോ 0യിൽ നിന്ന് 2ലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഓക്കെ, നോക്ക്, 0യിൽ നിന്ന് 2ലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാന്ന് വെച്ചാൽ വി ഹാവ് ഓൾറെഡി ഡ്രോൺ ദാറ്റ് ലൈൻ, isn't it? So 2, 0 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 2ഉം വൈ കോർഡിനേറ്റ് 0യുമാണ്. അതായത് ആ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിന്റ് തന്നെയാണ്. കാരണം ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലറും ഇവിടുന്ന് പെർപെൻഡിക്കുലറും വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. ഓക്കെ, സോ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് 2, 0. ഓക്കെ, ഇനി അടുത്തത് നോക്ക്, 0, 4. ഇവിടെ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്, വൈ കോർഡിനേറ്റ് 4 ആണ്. സോ എക്സ് കോർഡിനേറ്റിൽ എക്സ് ആക്സിസിൽ 0 ഉള്ളത് ഇവിടെയാണ്, വൈ ആക്സിസിൽ 4 ഇവിടെയാണ്. ഓക്കെ, സോ 0, 4 എന്ന് പറഞ്ഞ പോയിന്റ് 4, ഈ പോയിന്റ് ആണ് 0, 4. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, -4, 0. എക്സ് ആക്സിസിൽ -4 എടുക്കുക, വൈ ആക്സിസിൽ 0 എടുക്കുക. സോ -4, 0 എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയായിരിക്കും? ഇവിടെ തന്നെയാണ്. സോ ദിസ് പോയിന്റ് ഇസ് -4, 0. ഇനി 0, -1. എക്സ് ആക്സിസിൽ 0യും വൈ ആക്സിസിൽ -1, അത് ഈ പോയിന്റ് ആണ്. സോ ദിസ് പോയിന്റ് ഇസ് 0, -1. ഇനി അവസാനത്തെ പോയിന്റ് 0, 0. എക്സ് കോർഡിനേറ്റും 0, വൈ കോർഡിനേറ്റും 0. സോ അതേതാ പോയിന്റ്? നമ്മുടെ ഒറിജിന്റെ പോയിന്റ് ആണ് 0, 0. ഇവിടെ നിങ്ങൾ എന്താ കണ്ടത്? ഈ -4, 0യും 2, 0യും നോക്കൂ. ഈ രണ്ട് പോയിന്റ്സും എവിടെയാ ഉള്ളത്? ഈ രണ്ട് പോയിന്റ്സും ഓൺ എക്സ് ആക്സിസ് ആണ്, എക്സ് ആക്സിസിലാണ്. -4, 0യും 2, 0യും. ഇവിടെ നിങ്ങൾക്ക് കാണാം ദ വൈ കോർഡിനേറ്റ് ഓഫ് ദീസ് പോയിന്റ്സ് ആർ 0. വൈ സൂചക സംഖ്യ ഈ രണ്ട് പോയിന്റ്സിന്റെയും വൈ കോർഡിനേറ്റ്സ് 0 ആണ്. സോ ഒരു പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടാണിത്. അതേപോലെ വൈ ആക്സിസിലെ പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം. വൈ ആക്സിസിലെ പോയിന്റ്സിന്റെ ഒക്കെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ, ഇത് ഒറിജിന്റെ കോർഡിനേറ്റ്സ് ആണ് 0, 0. ഒറിജിന്റെ കോർഡിനേറ്റ്സ് 0, 0 ആണ്. സോ നമ്മൾ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 റിസൾട്ട് ആണ് പഠിച്ചത്. ഒന്ന്, if y coordinate of a point is 0, then the point is on x-axis. If the x-coordinate of a point is 0, then the point is on y-axis. And the coordinates of origin are 0, 0. Point on x-axis. X അക്ഷത്തിലെ ബിന്ദു. Any point on x-axis has its y coordinate 0. എക്സ് അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും വൈ സൂചക സംഖ്യ 0 ആയിരിക്കും. സോ ഇവിടെ ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. അവിടെ എക്സ് ആക്സിസിന്റെ പോയിന്റ്സ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. സോ വി നോ ദാറ്റ് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ആർ ദർ ഓൺ എക്സ് ആക്സിസ്. സോ എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സപ്പോസ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് ദിസ് പോയിന്റ്? ആ പോയിന്റ് എക്സ് ആക്സിസിൽ 4 ആണ്. ദിസ് പോയിന്റ് ഈസ് ഓൺ എക്സ് ആക്സിസ്, സോ ഇറ്റ്സ് വൈ കോർഡിനേറ്റ് ഇസ് 0. സോ ദ പൊസിഷൻ ഓഫ് ദാറ്റ് പോയിന്റ് ഇസ് 4, 0. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? ദിസ് പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ഏത് പോയിന്റ് ആണ്? -1 ആണ്. സോ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിലെ പോയിന്റ് ആദ്യം എഴുതും. Then what about the y coordinate? Since this point is on x-axis, its y coordinate is 0.
സോ ഇതിനകത്തുള്ള ഏത് പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും. എക്സ് കോർഡിനേറ്റ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് വരും, ബട്ട് വൈ കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. പോയിന്റ് ഓൺ വൈ ആക്സിസ്, വൈ അക്ഷത്തിലെ ബിന്ദു. എനി പോയിന്റ് ഓൺ വൈ ആക്സിസ് ഹാസ് ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് 0. നേരെ തിരിച്ച് വൈ ആക്സിസിലെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും എക്സ് സൂചക സംഖ്യ 0 ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം വൈ ആക്സിസിലെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഓൺ വൈ ആക്സിസ്. സോ ദ പോയിന്റ്, സപ്പോസ് ദിസ് പോയിന്റ്, ഓക്കെ, ഇതിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതും? ദിസ് പോയിന്റ് ഈസ് ഓൺ വൈ ആക്സിസ്. സോ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0. വൈ കോർഡിനേറ്റ് എന്താണ്? ഏതാണോ വൈ ആക്സിസിൽ ആ പോയിന്റ്, അതായിരിക്കും ആ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ്. സോ ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ് ഇസ് 0,2. ഇനി ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് പറയൂ. ഈ കോർഡിനേറ്റ് നിങ്ങൾക്ക് ഈ പോയിന്റ് നിങ്ങൾക്ക് കാണാം, ഇത് വൈ ആക്സിസിലാണ്. സോ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഇനി വൈ കോർഡിനേറ്റ് ഏതാണ്? ഈ നമ്പർ ഏതാണോ ആ നമ്പർ, -4. സോ വളരെ എളുപ്പമാണ് ഇത് ഓർത്ത് വെക്കാൻ. ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. ഒരു പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ അത് എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. കോർഡിനേറ്റ്സ് ഓഫ് ഒറിജിൻ, ആധാര ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ. The coordinates of origin are 0, 0. X coordinate 0, Y coordinate 0. ആധാര ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ 0, 0 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഡ്രോ എക്സ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ്. -3,2, 0,2, 3,2, 5,2. എക്സ്, വൈ അക്ഷങ്ങൾ വരച്ച് -3,2, 0, 2, 3, 2, 5, 2 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. നമുക്ക് ആദ്യം എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കാം. 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ്. ഒന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ആക്സിസ്, മറ്റത് വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ്. 4 സൈഡിലും ആരോ മാർക്ക് ഇടാം. ആക്സിസിന് പേര് കൊടുക്കാം. എക്സ് ഡാഷ് എക്സ്, ഇത് വൈ വൈ ഡാഷ്. ഈ പോയിന്റ് ഒറിജിൻ. ഇനി ഈക്വൽ ഡിസ്റ്റൻസിൽ പോയിന്റ്സ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മാർക്ക് ചെയ്യും. 1, 2, ഓക്കെ. ഇനി നമുക്ക് പോസിറ്റീവ് എക്സ് ആക്സിസിൽ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4, 5 അങ്ങനെ. നെഗറ്റീവ് എക്സ് ആക്സിസിൽ നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4, -5 അങ്ങനെ. പോസിറ്റീവ് വൈ ആക്സിസിൽ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4, 5. നെഗറ്റീവ് വൈ ആക്സിസിൽ നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4, -5, -6 അങ്ങനെ. ഓക്കെ. ഇനി നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് -3,2. എക്സ് ആക്സിസിൽ -3 നോക്കുക, വൈ ആക്സിസിൽ 2. ഓക്കെ. ഇനി നമുക്ക് ആ പെർപെൻഡിക്കുലർസ് ഒന്നും വരയ്ക്കാതെ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റണം. സോ -3യുടെയും 2ന്റെയും ഇവിടുന്ന് രണ്ടിടത്തുനിന്നും പെർപെൻഡിക്കുലർ വരച്ചാൽ ഏകദേശം ആ പോയിന്റ് എവിടെയാണോ വരിക അവിടെ നമുക്ക് ഇപ്പൊ തൽക്കാലം മാർക്ക് ചെയ്യാം. എക്സാമിന് ചോദിക്കുമ്പോൾ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പെർപെൻഡിക്കുലേഴ്സ് ഒക്കെ വരച്ച് ചെയ്യാം. അല്ലാതെ റെക്റ്റാങ്കിള് ട്രയാങ്കിള് വരയ്ക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ പെർപെൻഡിക്കുലർ വരച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പേപ്പർ കാണുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം ഒരു വൃത്തി ഉണ്ടാവില്ല. സോ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഈ പെർപെൻഡിക്കുലർ വരയ്ക്കാതെ തന്നെ പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസിൽ ജസ്റ്റ് ഈ പോയിന്റ് മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഡോട്ടഡ് ലൈൻ കൊണ്ട് വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. സോ ഞാനിപ്പോൾ അവിടെ ഡോട്ടഡ് ലൈൻ ഒന്നും വരയ്ക്കാതെ ഇത് -3ന്റെയും 2ന്റെയും പെർപെൻഡിക്കുലേഴ്സ് ഇവിടെ രണ്ടിടത്തും പെർപെൻഡിക്കുലേഴ്സ് വരച്ചാൽ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. സോ ദിസ് ഇസ് ദ പോയിന്റ് whose coordinates are -3,2. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് 0, 2.
ഈ പോയിന്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് 0 ആണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് കോർഡിനേറ്റ് ആണ് 0 എന്ന് നോക്കുക. ഏത് കോർഡിനേറ്റ് ആണ് 0? എക്സ് കോർഡിനേറ്റ് ആണ് 0. സോ പോയിന്റ് എവിടെ വരും? ഓൺ വൈ ആക്സിസ്. വൈ ആക്സിസിൽ വരും. സോ വൈ ആക്സിസിൽ 2 എവിടെയാണെന്ന് നോക്കിയാൽ മതി. ഇവിടെയാണ് 2. സോ ആ പോയിന്റ് മാർക്ക് ചെയ്തു. സോ ദിസ് ഇസ് 0, 2. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് 3, 2. എക്സ് ആക്സിസിൽ 3 എടുക്കുക, വൈ ആക്സിസിൽ 2. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണോ വരിക അവിടെ. സോ ദിസ് പോയിന്റ് ഇസ് 3, 2. അടുത്ത പോയിന്റ് 5, 2. എക്സ് ആക്സിസിൽ 5ഉം വൈ ആക്സിസിൽ 2. അത് രണ്ടും വരുന്ന പോയിന്റ് ഏകദേശം ഇവിടെയായിട്ട് വരും. ഈ പോയിന്റ് ആണ് 5, 2. ഇവിടെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഈ 4 പോയിന്റ്സിനും എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ 4 പോയിന്റ്സിലും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ എല്ലാ പോയിന്റ്സിന്റെയും വൈ കോർഡിനേറ്റ്സ് സെയിം ആണ്. എല്ലാത്തിലും വൈ കോർഡിനേറ്റ് എന്താണ്? 2 എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ്സ് പ്ലോട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം, ആ പോയിന്റ്സിനെയൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ആ പോയിന്റ്സ് ഒക്കെ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. ആ സ്ട്രെയിറ്റ് ലൈനിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ എക്സ് ആക്സിസിന് പാരലൽ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു പോയിന്റ്സിന്റെ തന്നിരിക്കുന്ന പോയിന്റ്സിന്റെ വൈ കോർഡിനേറ്റ്സുകൾ സെയിം ആണെങ്കിൽ ആ പോയിന്റ്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. ഇതിൽ ഏത് പോയിന്റ് എടുത്താലും, ഇത് എവിടെ ഒരു പോയിന്റും ഈ പിന്നെന്താ കറക്റ്റ് നമ്പർ അല്ലാണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് എടുത്താലും ഏത് പോയിന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും ആ പോയിന്റ്സിന്റെ ഒക്കെ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ വൈ കോർഡിനേറ്റ് സെയിം ആയി വരുന്ന പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. നേരത്തെ നമ്മൾ പഠിച്ചു വൈ കോർഡിനേറ്റ്, വൈ സൂചക സംഖ്യ. ഓക്കെ. വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ പോയിന്റ് എവിടെയായിരിക്കും? ഓൺ എക്സ് ആക്സിസ് ആയിരിക്കും എന്ന് പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? വൈ കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ, വൈ കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ അത് ഏത് നമ്പറും ആയിക്കോട്ടെ. ഇവിടെ നമ്മൾ ചെയ്തതിൽ വൈ കോർഡിനേറ്റ് സെയിം ആയി എടുത്തത് 2 എന്നാണ്. അത് വേറെ ഏത് നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും അത് എന്തായിരിക്കും? ആ പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഇത് രണ്ട് കാര്യം ഓർക്കുക. വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ ഓൺ എക്സ് ആക്സിസ്, വൈ കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. Draw x and y axis and mark the points 1, 4, 1, 0, 1, -1, 1, -4. x, y അക്ഷരങ്ങൾ വരച്ച് 1, 4, 1, 0, 1, -1, 1, -4 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. നേരത്തെ പ്രോബ്ലം ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ തന്നിരിക്കുന്ന പോയിന്റ്സിന്റെ ഒക്കെ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. നേരത്തെ നമ്മൾ കണ്ടു വൈ കോർഡിനേറ്റ് സെയിം ആയിട്ടുള്ള പോയിന്റ്സിനെയൊക്കെ ജോയിൻ ചെയ്യുന്ന ലൈൻ എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും, എക്സ് ആക്സിസിന് സമാന്തരമായിരിക്കുമെന്ന് കണ്ടു. ഇവിടെ നമുക്ക് എക്സ് കോർഡിനേറ്റ്സ് ഒക്കെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് വൈ ആക്സിസിന് പാരലൽ ആയിരിക്കുമോ? ഇതിനെയൊക്കെ ജോയിൻ ചെയ്യുന്ന ലൈൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കാം. നാല് സൈഡിലേക്കും ആരോ മാർക്ക് വരയ്ക്കുന്നു. പേര് കൊടുക്കുക. എക്സ് ഡാഷ് എക്സ്, വൈ, വൈ ഡാഷ് ഒറിജിൻ. ഓക്കെ. ഇനി ഈക്വൽ സ്പേസിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യാം രണ്ട് ആക്സിസിലും. നമുക്ക് പോസിറ്റീവ് എക്സ് ആക്സിസിൽ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4. നെഗറ്റീവ് എക്സ് ആക്സിസിൽ നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4. അങ്ങനെ പോസിറ്റീവ് വൈ ആക്സിസിൽ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4.
അങ്ങനെ നെഗറ്റീവ് വൈ ആക്സിസ് നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 -3 -4 അങ്ങനെ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് 1 4 എക്സ് ആക്സിസിൽ 1 വൈ ആക്സിസിൽ 4. സോ 1ഉം 4ഉം തമ്മിൽ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, സോ ഈ പോയിന്റ് ആണ് 1 4. ഇനി 1 0 എക്സ് ആക്സിസിൽ 1 വൈ ആക്സിസിൽ 0. ദാറ്റ് മീൻസ് ഇറ്റ്സ് വൈ കോർഡിനേറ്റ് 0. സോ ദിസ് പോയിന്റ് ഈസ് ഓൺ എക്സ് ആക്സിസ്. ഇതിന്റെ y സൂചക സംഖ്യ 0ആണ്. സോ ഈ പോയിന്റ് എവിടെയാ വരിക? ഈ പോയിന്റ് എക്സ് ആക്സിസിലായിരിക്കും. അപ്പൊ എക്സ് ആക്സിസിൽ 1 എവിടെയാണോ അവിടെ മാർക്ക്. സോ ഇത് 1 0. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് 1 -1. 1 എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ -1. സോ ദിസ് പോയിന്റ് ഇസ് 1 -1. ഇത് 1 -4 എക്സ് ആക്സിസിൽ 1 വൈ ആക്സിസിൽ -4. സോ ദിസ് പോയിന്റ് ഇസ് 1 -4. നമുക്ക് കാണാം ആ 4 പോയിന്റ്സും ഒരേ ലൈനിലാണുള്ളത്. ആ ലൈൻ എന്തിന് പാരലൽ ആണ്? നമ്മുടെ വൈ ആക്സിസിന് പാരലൽ ആണ്. ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലൽ ആണ്. സോ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ കണ്ടു. എക്സ് കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ ആ പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച റിസൾട്ട് വെച്ചിട്ടാണ് ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് എല്ലാം പോകുന്നത്. എക്സ് കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആണ്. വേറൊന്ന് കണ്ടിരുന്നു നേരത്തെ. എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിലോ? എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ പോയിന്റ് എവിടെയായിരിക്കും? ഓൺ വൈ ആക്സിസ്. വൈ ആക്സിസിൽ ആയിരിക്കും. മറ്റത് വൈ ആക്സിസിന് അതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ വൈ ആക്സിസിന് സമാന്തരമായിരിക്കും. നമ്മളിപ്പോ പഠിച്ച 2 കാര്യങ്ങൾ റിസൾട്ട് ആയിട്ട് പഠിക്കാം. ഇഫ് ദ വൈ കോർഡിനേറ്റ്സ് ഓഫ് ദ ഗിവൺ പോയിന്റ്സ് ആർ സെയിം ദെൻ ദ ലൈൻ ജോയിനിങ് ദീസ് പോയിന്റ്സ് വിൽ ബി പാരലൽ ടു എക്സ് ആക്സിസ്. തന്നിരിക്കുന്ന ബിന്ദുക്കളുടെ വൈ സൂചക സംഖ്യ തുല്യമാണെങ്കിൽ ഈ ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന രേഖ എക്സ് അക്ഷത്തിന് സമാന്തരമായിരിക്കും. ഇഫ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ ഗിവൺ പോയിന്റ്സ് ആർ സെയിം then the line joining these points will be parallel to y axis. തന്നിരിക്കുന്ന ബിന്ദുക്കളുടെ x സൂചക സംഖ്യ തുല്യമാണെങ്കിൽ ഈ ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന രേഖ y അക്ഷത്തിന് സമാന്തരമായിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ച റിസൾട്ട് വളരെ ചെറുതായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ രീതിയിൽ ഓർക്കുക. ഓക്കെ, y കോർഡിനേറ്റ് 0 ആണെങ്കിൽ പോയിന്റ് ഓൺ x ആക്സിസ്. y കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഈ പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ പോയിന്റ് ഓൺ വൈ ആക്സിസ്. എക്സ് കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ ലൈൻ പാരലൽ ടു വൈ ആക്സിസ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വൈ കോർഡിനേറ്റിന്റെ കേസ് വരുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന എന്തുമായിട്ടാണ്? വൈ കോർഡിനേറ്റ് വരുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് എക്സ് ആക്സിസുമായിട്ടാണ്, ഓപ്പോസിറ്റ്. അപ്പൊ അവിടെ 0 വന്നാൽ ഓൺ എക്സ് ആക്സിസ്, എക്സ് ആക്സിസിൽ. സെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, അതേപോലെ ഇവിടെ നോക്കൂ. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വൈ ആക്സിസ് കൊണ്ടാണ്. 0 ആണെങ്കിൽ ഓൺ വൈ ആക്സിസ്, സെയിം ആണെങ്കിൽ പാരലൽ ടു വൈ ആക്സിസ്.